അങ്ങനെ ഈ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ടാങ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെയും ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷിനെയും ഈ ഒരു കണ്ടെയ്നറിൽ മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈസുകളെയാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ടാങ്കിലേക്ക് ഇടാനായിട്ട് പോണത്. ബാക്കി വരുന്ന 5 കുറച്ച് ചെറിയ സൈസുകളെ നമ്മൾ ഈ ടബ്ബുകളിൽ ഒറ്റയ്ക്ക് ഇട്ട് വളർത്താനാണ് പോണത്. എന്നിട്ട് ഈ ഒരു വലിയ സൈസിൻ്റെ ആ ഒരു സൈസിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെല്ലാവരെയും കൂടി ഈ ഒരു ടാങ്കിലേക്ക് തന്നെ മാറ്റും. അപ്പോൾ ഈ 4 വലിയ സൈസിനെ നമ്മൾ ഇന്ന് തന്നെ ആ ഒരു പുതിയ ടാങ്കിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കാം. മാത്രമല്ല ചെറിയ സൈസ് വരുന്ന ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ നമ്മൾ ഒറ്റയ്ക്ക് നേരത്തെ കാണിച്ച ആ ടബ്ബുകളിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫുൾ വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ടാങ്കാണ് ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൽബിനോ ക്യാറ്റ് ഫിഷുകളെയും അതുപോലെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെയും ഒരുമിച്ചാണ് ആ ടാങ്കിലിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 എണ്ണമാണ് പോകുന്നത്. ഭാവിയിൽ മൊത്തം നമ്മുടെ ടോട്ടൽ 9 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം ആ ഒരു ടാങ്കിലേക്ക് തന്നെയാണ് പോകാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ കുറച്ച് സൈസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതായത് ആൽബിനോകളെ ഒരു ടാങ്കിലും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളെ വേറൊരു ടാങ്കിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം കുറച്ച് സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 എണ്ണത്തിനെയൊന്നും ഒരു ടാങ്കിൽ ഇടാനായിട്ട് പറ്റില്ല. മാത്രമല്ല ഞാൻ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വയറ്റാണ്. അതേസമയം സ്പോട്ടഡുകളാണെങ്കിൽ കുറച്ച് അഗ്രസീവാണ്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൽ സ്പോട്ടഡുകളാണ് കുറച്ച് അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വയറ്റാണ്. മാത്രമല്ല എൻ്റെ എക്സ്പീരിയൻസിൽ ആൽബിനോകൾക്കാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സ്പോട്ടഡുകൾക്ക് ഗ്രോത്ത് ആൽബിനോകളെ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് സ്പോട്ടഡുകളാണ് കൂടുതൽ അഗ്രസീവായിട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടബ്ബുകളിലിട്ട് വളർത്തിയിരുന്ന കാലഘട്ടത്തെ അഗ്രസീവ് സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ തന്നെയാണ്. ആൽബിനോകളെ നമ്മൾ ഒരുമിച്ചിട്ട ടബ്ബുകളിലൊന്നും നമ്മൾ അഗ്രഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 2 വെറൈറ്റികളെയും ഒരുമിച്ച് നമ്മൾ ഒരു ടാങ്കിലിടാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്പോട്ടഡുകൾ കാരണം സ്ട്രെസ് വരാൻ പോകുന്നത് ആൽബിനോകൾക്കായിരിക്കും.